350 കോടി നേടി മലയാളത്തിലെ ഏറ്റവും വലിയ വിജയമായ എമ്പുരാൻ നിനക്കൊന്നും അത്ര ബോധിച്ചില്ല? അല്ലെങ്കിൽ പൃഥ്വിരാജിനേക്കാളും മുരളീഗോപിയേക്കാളും ഒക്കെ വലിയ ആളാണോ നീ എന്നൊക്കെ ചോദിക്കുന്നതിന് മുന്നേ നിങ്ങളിൽ പലർക്കും ഈ സിനിമ കണ്ടപ്പോൾ പടം കൊള്ളാം, പക്ഷെ ലൂസിഫറിനെ അത്ര എത്തിയില്ല അങ്ങനെ തോന്നിക്കാണും. പ്രമുഖരായ റിവ്യൂവേഴ്സ് പലരും പറഞ്ഞതും ഇതൊക്കെ തന്നെയാവും. മേക്കിംഗ് കൊള്ളാം, പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് കിഡുവാണ്, പക്ഷേ അങ്ങനെ ഒരു പക്ഷേ മിക്കവർക്കും അനുഭവപ്പെട്ട് കാണും. എനിക്കും അത് തന്നെയാണ് തോന്നിയത്. പടം കൊള്ളാം, പക്ഷേ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. ഓഫ് കോഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സിനിമ, എസ്പെഷ്യലി ഒരു മാസ് മാർക്കറ്റ് മൂവി എടുക്കുന്നത് അസാധ്യം തന്നെ ആയിരിക്കാം. എന്നാൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഈ പക്ഷേ കൂടെ മാറ്റി പടം കൂടുതൽ നന്നാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിലുള്ള കഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ തന്നെ വെറും 4 പോയിന്റ്സ് മാറ്റിയാൽ ഈ സിനിമ കുറച്ചുകൂടെ ലോജിക്കൽ ആവുകയും കാണുമ്പോൾ കൂടുതൽ ഫുൾഫില്ലിംഗ് ആവുകയും ചെയ്തത്. അതെങ്ങനെയെന്ന് നോക്കാം സിനിമയിലെ ലോജിക്കിലൂടെ. സ്പോയിലർ ഉണ്ടായിരിക്കുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ജതിൻ രാംദാസിന്റെ മോട്ടിവേഷൻ. ജതിൻ രാംദാസ് ഒരു അഴിമതിക്കാരനാണെന്നതും അവൻ IUF മാറി അഖണ്ഡ ശക്തി മോർച്ച എന്ന സംഘി പാർട്ടിയോട് ചേർന്ന് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതുമാണ് സിനിമയുടെ തുടക്കത്തിലുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസം. എന്നാൽ എന്തുകൊണ്ട് ടൊവിനോ ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് അഴിമതിക്കാരനായി എന്നൊന്നും കാണിക്കുന്നേയില്ല. ഫസ്റ്റ് മൂവിയിൽ യേശുക്രിസ്തുവിനെ പോലെയൊക്കെ കാണിച്ച് കേരളത്തിന്റെ ഒരു രക്ഷകനായി അവതരിപ്പിച്ചതാണ് ഈ ക്യാരക്ടറിനെ. ലാസ്റ്റ് എൻ്റെ ചേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെയുള്ള ഡയലോഗും. ഇതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അഴിമതിക്കാരനായത് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അതിന് ലോജിക്കലായ ഒരു റീസണിങ് ഉൾപ്പെടുത്തണം. സുരാജുമായുള്ള സംസാരത്തിൽ ASM പാർട്ടിയോട് ചേരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇൻവെസ്റ്റിഗേഷൻ ഒഴിവാക്കാനാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും അതത്ര ക്ലിയർ അല്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ അഴിമതി നടത്തുന്നത് എന്തിന് എന്നതും ക്ലിയർ അല്ല. അതെങ്ങനെ ലോജിക്കലായി സോൾവ് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ ജതിൻ അത്ര നല്ല ഉദ്ദേശം മാത്രമുള്ള ക്യാരക്ടർ അല്ല എന്നതിൻ്റെ സൂചന ഫസ്റ്റ് മൂവിയിൽ തന്നെയുണ്ട്. വന്നിറങ്ങിക്കഴിഞ്ഞ് ഗേൾഫ്രണ്ടിനെ വിളിക്കുമ്പോൾ ദിസ് ഈസ് ദ വേൾഡ്സ് ബിഗസ്റ്റ് കോമഡി, ഇറ്റ്സ് കോൾഡ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് തന്നെ. അതേപോലെ ഈ നാടിനോടോ പാർട്ടിയോടോ കടമയുള്ളത് കൊണ്ടല്ല വന്നത് എന്ന് മഞ്ജു വാര്യരോട് പറയുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്താൽ മോട്ടിവേഷൻ നമുക്ക് ഒപ്പിക്കാം. ലൂസിഫറിൽ അത്യാവശ്യം ഇമ്പോർട്ടൻസോടെ കാണിച്ച ഗേൾഫ്രണ്ട് ജാക്ലിനെ എമ്പുരാനിൽ ചുമ്മാ ബ്രേക്കപ്പ് ആയി എന്ന ഒറ്റ ഡയലോഗ് കൊണ്ട് ഒതുക്കി കളഞ്ഞു. അങ്ങനെ ചെയ്യാതെ വിദേശത്ത് ജതിനും ജാക്ലിനും കൂടി ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരുപാട് സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുന്നു. കാസിൽസ്, എസ്റ്റേറ്റ്സ്, ബംഗ്ലാവ്സ്, യാർഡ്സ്. അതേപോലെ ജാക്ലിൻ അവൻ്റെ ബിനാമിയായി വിദേശത്ത് ഈ പണം ഉപയോഗിച്ച് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്നു എന്നൊക്കെ 1-2 സീൻസ് കാണിക്കാമായിരുന്നു. അപ്പോൾ അതായിരുന്നു അവരുടെ പ്ലാൻ ഓൾ അലോങ് ഫ്രം ദ ഫസ്റ്റ് മൂവി എന്നൊരു ഐഡിയ കിട്ടിയത്. വേണമെങ്കിൽ ഗോവർദ്ധൻ്റെ ഒരു ലൈവ് സ്ട്രീമിൽ അവൻ ഇൻവെസ്റ്റിഗേഷനോടെ കണ്ടുപിടിച്ച കാര്യങ്ങളായി കുറച്ച് അവതരിപ്പിക്കാം. പിന്നെ പ്രിയദർശിനി ഇതേപ്പറ്റി ജതിനോട് കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു സീൻ കൂടി കാണിക്കാം. ഷീ കെയർസ് അബൌട്ട് ദ സ്റ്റേറ്റ് ആൻഡ് പീപ്പിൾ എന്നൊരു സാധനവും കൂടിയാവും. അപ്പോൾ ടൊവിനോ നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ചിട്ട് അച്ഛൻ എന്ത് നേടി, എനിക്ക് സ്വന്തം കാര്യമാണ് പ്രധാനം എന്ന മട്ടിൽ ഒരു ഡയലോഗ് അടിക്കാം. ചെറിയ മാറ്റങ്ങളാണ്, പക്ഷേ അത് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഡയമെൻഷൻ ഒന്ന് ഉയർത്തിയേനെ എന്ന് തോന്നുന്നു. അപ്പോൾ അഴിമതിക്കാരനാണെന്നത് പ്രോപ്പറായി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ASM പാർട്ടിയിലേക്ക് മാറുന്നതിനുള്ള റീസണിങ് എളുപ്പമാണ്. നേരത്തെ പറഞ്ഞ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തന്നെ മതി. പക്ഷേ ചെറിയൊരു മാറ്റം കൂടി വേണം. സുരാജുമായി നടത്തുന്ന നെഗോസിയേഷൻ ആദ്യം തന്നെ കാണിക്കണം, പാർട്ടി മാറി കഴിഞ്ഞിട്ടല്ല. ഏജൻസികളുടെ അന്വേഷണം ഒഴിവാക്കുന്നതിനും ഫണ്ടിങ് കൊടുക്കുന്നതിനും പുറമെ ഇന്ത്യയിലെ തന്നെ പ്രധാന യുവ നേതാവായി ഉയർത്തിക്കൊണ്ട് വരാമെന്നും കൂടി ഓഫർ ചെയ്യണം. ഈ ഇട്ടാവട്ട കേരളത്തിൽ കിടന്ന് ചെറിയ മീനുകളെ പിടിച്ച് നടന്നാൽ മതിയോ, വമ്പൻ സ്രാവുകൾ കിട്ടുന്ന സമുദ്രത്തിലേക്ക് പോകാം എന്നൊക്കെ എന്തെങ്കിലും മാസ് ഡയലോഗ് കൂടി ഇറക്കാം. കൂട്ടത്തിൽ ദാറ്റ്സ് മൈ ഓഫർ എന്ന് പണ്ട് ബോബി പറഞ്ഞ ഡയലോഗിന് ഒരു റെഫറൻസ് കൂടെ വേണമെങ്കിൽ ഇടാം. പാർട്ടി മാറുന്നത് ഒരു ട്വിസ്റ്റായി പഞ്ചോടെ അവതരിപ്പിക്കാനായിരിക്കും ഇങ്ങനെ ബാക്ക് സ്റ്റോറി കാണിക്കാത്തത്. പക്ഷേ അതെനിക്കത്ര വർക്കായില്ല. ഒന്നാമത് ട്രെയിലറിലൊക്കെ ഇതിന് സൂചനകൾ ഉണ്ടായിരുന്നു. പിന്നെ സിനിമയുടെ തുടക്കത്തിലുള്ള മെയിൻ കഥ എന്ന രീതിയിൽ ഈ ബാക്ക് സ്റ്റോറി ഇങ്ങനെ 1-2 സീൻസോടെ കാണിക്കണമായിരുന്നു. എസ്പെഷ്യലി കഴിഞ്ഞ പടം കഴിഞ്ഞ് കാര്യങ്ങൾ എങ്ങനെയാകും എന്നുള്ളൊരു ആകാംക്ഷയോടെയാണല്ലോ നമ്മളിത് കാണാൻ വേണ്ടി കയറുന്നത്. അപ്പോൾ ഇനി അടുത്ത മാറ്റം എന്താണെന്ന് നോക്കാം. ഖുറേഷി അബ്രഹാം ഇൻട്രോ ആൻഡ് ഡെത്ത്. ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞൊരു കാര്യമാണ് മോഹൻലാലിൻ്റെ എൻട്രി സിനിമ തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞാണ്. പേഴ്സണലി എനിക്കതൊരു കുഴപ്പമായി തോന്നിയില്ല. ബാറ്റ്മാൻ ബിഗിൻസ്, ഡാർക്ക് നൈറ്റ് റൈസസിലൊക്കെ ബാറ്റ്മാൻ വരുന്നത് 1 മണിക്കൂർ ആകുമ്പോഴാണ്. ആ ഒരു സെറ്റപ്പ് പിടിച്ചതായിരിക്കും. എന്നാലും ഇവിടെ സിനിമയുടെ കഥയ്ക്ക് അത് കുറച്ച് നേരത്തെ ആക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഖുറേഷിയുടെ ഡെത്തിന് സിനിമയിൽ എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടോ എന്നത് സംശയമാണ്. ടൊവിനോ ഓൾറെഡി പാർട്ടിയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ മരണം വാർത്തയായതുകൊണ്ട് എന്താണ് പ്രത്യേകിച്ച് സംഭവിച്ചത്? ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും കഥയിൽ ചേഞ്ച് ഉണ്ടാവുക? വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലും ചെറിയ മാറ്റം വേണം.
വലിയ മാറ്റങ്ങളൊന്നുമല്ല, സിമ്പിളായി വേണമെങ്കിൽ എഡിറ്റിംഗ് ടേബിളിൽ തന്നെ ചെയ്യാവുന്ന മാറ്റങ്ങളാണ്. കുറച്ച് സീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറ്റി വെക്കും, അത്രേ വേണ്ടു. ടൊവിനോ IB ഉദ്യോഗസ്ഥനായ കിഷോറിനോട് സ്റ്റീഫനെ പറ്റി പറയുന്നൊരു സീനുണ്ട്. വലിയൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് ഉണ്ടായിരുന്ന ആളാണ്, ഈ ഡീലിൽ ഇടപെടില്ല എന്ന് ഉറപ്പാക്കണം എന്നൊക്കെ. ഈ സീൻ നമ്മൾ നേരത്തെ പറഞ്ഞ നെഗോസിയേഷൻ സീൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പം വേണം കാണിക്കാൻ. പാർട്ടിയൊക്കെ മാറുന്നതിന് മുന്നേ ഇവിടെ ഇല്ലെങ്കിലും ഇപ്പോഴും മണപ്പാട്ടിൽ ചാണ്ടി വഴി ഫണ്ടിങ് സ്റ്റീഫൻ തന്നെയാണെന്നും പലരും അയാൾക്ക് ലോയലാണെന്നും അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വെറുതെ ഇരിക്കില്ല എന്നുമൊക്കെ. അതൊരു പ്രശ്നമാവില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലേ ഈ ഡീൽ നടക്കൂ എന്നും പറയണം. കൂടാതെ എൻ്റെ ഈ വേർഷനിൽ ഈ IB-കാരൻ കിഷോർ ബജ്രംഗിയുടെ അടുത്ത ആളാണെന്നും ഇവർ രണ്ടും കൂടിയാണ് കേരളത്തിലെ പ്ലാൻസ് ഉണ്ടാക്കുന്നതെന്ന് ക്ലിയർ ആയിരിക്കും. കിഷോറിൻ്റെ ക്യാരക്ടറിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നെഗോസിയേഷനിലൊക്കെ അയാളായിരിക്കും മെയിൻ. അതിൻ്റെ കാര്യം എന്തെന്ന് പിന്നീട് പറയാം. അപ്പോൾ ഈ അവസരത്തിൽ ബജ്രംഗിയുടെ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഗോവർദ്ധൻ ഇതൊക്കെ പറഞ്ഞൊരു ലൈവ് ഇടുന്നു. മറ്റേ സ്റ്റീഫനെ തിരിച്ചു വിളിക്കുന്ന ഐറ്റം, കം ബാക്ക് ഇന്ത്യൻ, അതല്ല, സേവ് യുവർ ലാൻഡ്. കട്ട് ടു ഖുറേഷീസ് ഇൻട്രോ. പിന്നെ ഖുറേഷി ഗ്യാങ്, കബൂഗ, ആ പരിപാടിയല്ല അതേപോലെ നടക്കും. ലാസ്റ്റ് ഖുറേഷി മരിക്കുന്നത് വരെ വലിയ മാറ്റമൊന്നുമില്ല. അത് പറഞ്ഞപ്പോഴാണ് ആ ബോംബ് ബ്ലാസ്റ്റ് സീൻ എന്തിനാ തുടക്കത്തിൽ കാണിച്ചത്? വലിയ കാര്യം ഉണ്ടായിരുന്നു. ശരിക്കും ആ സീൻ വന്നപ്പോൾ ഉള്ള ക്യൂരിയോസിറ്റി പോയി എന്നല്ലാതെ വേറെ വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തുടക്കത്തിൽ ആ സീൻ അങ്ങ് കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റീഫൻ മരിച്ചു എന്നുള്ള വാർത്ത വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഡീൽ സഖീന് കുഴപ്പമില്ലാതെ നടക്കാം. സോ ഇനിയാണ് ടൊവിനോ പാർട്ടി മാറുന്നതായി പ്രഖ്യാപിക്കുന്ന സീൻ വരുന്നത്. അതാണ് നമ്മുടെ ഇൻ്റർവെൽ ബ്ലോക്ക്. ഫസ്റ്റ് പടത്തിൽ ടൊവിനോയുടെ പാർട്ടിയിലേക്കുള്ള വരവിൻ്റെ കഴിയുമ്പോഴായിരുന്നു ഇൻ്റർവെൽ. മോഹൻലാൽ അപ്പോൾ ഒന്നും ചെയ്യാനാവാതെ ജയിലിൽ കിടക്കുകയായിരുന്നു. ഇതിൽ സിമിലർ ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് ടൊവിനോ പാർട്ടി വിടുന്ന വലിയൊരു സമ്മേളനം. മോഹൻലാൽ ഈസ് ഡെഡ്. അപ്പോൾ ഇവൻസിലുള്ള ഈ ചേഞ്ച് കൊണ്ട് മോഹൻലാലിൻ്റെ ഡെത്ത് കൊണ്ട് കഥയിൽ മീനിങ് ആയ ചേഞ്ചസ് ഉണ്ടായി. ഫാൻസിന് മോഹൻലാലിൻ്റെ ഇൻട്രോ നേരത്തെയായി. ഇനി അടുത്ത ചേഞ്ച് എന്തെന്ന് നോക്കാം. ഗോവർദ്ധൻസ് വിസിറ്റ്, സ്റ്റീഫൻസ് റീ എൻട്രി. ഇതിനിടയ്ക്കുള്ള വേറൊരു മാറ്റം എന്തെന്നാൽ ഗോവർദ്ധൻ ഖുറേഷിയെ കാണാൻ പോകുന്ന സീൻ ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ്. അതിനിയാണ് വരാൻ പോകുന്നത്. പക്ഷേ കുറേ ഇൻഫർമേഷനൊക്കെ ഗോവർദ്ധൻ ആ മീറ്റിങ്ങിന് ശേഷം ഖുറേഷി വഴി കിട്ടുന്നതാണല്ലോ. അതിന് മാറ്റം വരുമെന്ന് ചോദിക്കാം. അതിന് മാറ്റം വരേണ്ട ആവശ്യമില്ല. തൻ്റെ ഡാർക്ക് വെബ് സെർച്ചിലൂടെയും ഇൻ്റലിജൻസ് ഏജൻസ് കോൺടാക്ട്സ് കൊണ്ടും ഗോവർദ്ധന് കിട്ടുന്ന ന്യൂസാണ് അതൊക്കെ എന്ന് കാണിച്ചാൽ മതി. അതിനൊരു എക്സ്പ്ലനേഷൻ പിന്നീട് വരും. എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ ഗോവർദ്ധൻ ഒരു മണ്ടനാക്കി കളഞ്ഞു വന്നത്. ഖുറേഷിയുടെ കയ്യിലുള്ള മോതിരം പണ്ട് സ്റ്റീഫൻ്റെ കൈ കണ്ടത് തന്നെ എന്നൊക്കെ മനസ്സിലാക്കി ഫോട്ടോസൊക്കെ കണ്ടിട്ടും സ്റ്റീഫനാണ് ഖുറേഷി എന്ന് മനസ്സിലാക്കാതിരിക്കും ഇവനെന്താ അത്ര മണ്ടനാണ്. സ്റ്റീഫനായി നാട്ടിൽ വരുമ്പം അന്താരാഷ്ട്ര കുറ്റവാളിയായി പല ഏജൻസീസ് അന്വേഷിക്കുന്ന ഖുറേഷിയുടെ മോതിരിട്ടോണ്ട് വരാൻ മോഹൻലാൽ എന്താ മണ്ടനാണോ എന്ന് ചിന്തിക്കാം. അതെന്തായാലും എൻ്റെ ഗോവർദ്ധൻ അത്ര മണ്ടനല്ല. വരുന്ന ഒരു മാറ്റം, സ്റ്റീഫൻ മരിച്ച ന്യൂസ് പുറത്തു വിടുന്നത് ഗോവർദ്ധൻ അല്ല എന്നതാണ്. ഗോവർദ്ധന്റെ ടിപ്പ് പ്രകാരം IB ഏജന്റ് കിഷോർ സ്ഫോടനത്തെപ്പറ്റി അറിയുകയും സ്റ്റീഫൻ മരിച്ചു എന്ന് ടൊവിനോയെ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ടൊവിനോ തന്നെയാണ് ഈ ന്യൂസ് എല്ലാ ചാനലിലും വരണം എന്ന് പറയുന്നത്. സ്റ്റീഫനിൽ വിശ്വാസം അർപ്പിച്ചും പേടിച്ചും ഇരിക്കുന്നവരെയൊക്കെ തൻ്റെ വരുതിക്ക് കൊണ്ടുവരാൻ ഇത് ഉപകരിക്കും എന്ന് ടൊവിനോ പറയുന്നു. ഇതിനുശേഷമാണ് മുമ്പ് പറഞ്ഞ പോലെ പാർട്ടി അനൗൺസ്മെന്റ് ഒക്കെ നടത്തുന്നത്. പക്ഷേ ഗോവർദ്ധൻ ഇതിനിടയിൽ തൻ്റെതായ വഴിയിൽ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. സ്ഫോടനത്തിന് മുൻപുള്ള ഫോട്ടോസൊക്കെ കാണുന്ന ഗോവർദ്ധൻ സ്റ്റീഫൻ തന്നെയാണ് ഖുറേഷി എന്ന സത്യം മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ സ്റ്റീഫൻ തൻ്റെ ഡെത്ത് ഫേക്ക് ചെയ്തതാവാനാണ് സാധ്യത എന്ന് അനുമാനിക്കുന്നു. കാരണം അല്ലെങ്കിൽ മുഖം ക്യാമറയെ പതിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയിട്ട് കയറിപ്പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ അതിനുശേഷമാണ് സ്റ്റീഫനെ നേരിൽ കാണാനുള്ള ശ്രമം ആരംഭിക്കുന്നത്. പക്ഷെ അതിന് ലൂയി വിട്ടോൺ പുതപ്പൊക്കെ പുതച്ച് ന്യൂയോർക്കിൽ കൊണ്ടിരുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവോ, മാസമായിരിക്കും, നടക്കട്ടെ. അങ്ങനെ നേരിൽ കാണുന്ന സമയത്ത് മോഹൻലാൽ വെളിപ്പെടുത്തും, ഇതുവരെ പല ഏജൻസികൾ അന്വേഷിച്ചിട്ടും കിട്ടാത്ത കാര്യങ്ങൾ ഗോവർദ്ധൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഖുറേഷി വിചാരിച്ചിട്ട് തന്നെയാണ്. അതുപോലെ കേരളത്തിൽ ചുമ്മാ അങ്ങ് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. അത് കഴിയുമ്പോഴാണ് നെടുമ്പള്ളിയിലെ മഞ്ജു വാര്യരുടെ സമ്മേളനവും സ്റ്റീഫനായുള്ള മോഹൻലാലിൻ്റെ സെക്കൻഡ് ഇൻട്രോയും വരുന്നത്. ആകെ മൊത്തം മാസ് കാണിക്കാനുള്ള സീനാണെങ്കിലും 1-2 കുഞ്ഞു മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഈ പടങ്ങളിൽ മാത്രം പാർട്ടി സമ്മേളനങ്ങളൊക്കെ മാത്രം സ്റ്റേജിൽ കാണും. ആ ലുക്ക് സെറ്റാവാൻ ചെയ്യുന്നതായിരിക്കും. ഇതുപോലൊരു മാസ് മാർക്കറ്റ് മൂവി ആകുമ്പം എല്ലാം റിയലിസ്റ്റിക് ആവണം എന്നൊന്നും പറയാൻ പറ്റില്ല, സ്റ്റൈൽ ആയിക്കോട്ടെ. പക്ഷേ മഞ്ജു വാര്യർ ഓടി വരുന്ന ദിശയിൽ ഓടി വന്ന് വീഴുന്നത് നോക്കി 10 സ്നൈപ്പറുമായി അണ്ണൻ രാത്രി കൊതുകടിയും കൊണ്ട് വെയിറ്റ് ചെയ്തു നിന്നത് കുറച്ച് ഓവറായി പോയില്ലേ എന്ന് തോന്നി. അതേപോലെ
അത്രയും ഗുണ്ടകൾ ഓടിച്ചിട്ടും സാരി ഉടുത്തോടിയ മഞ്ജുവിൻ്റെ അടുത്ത് എത്തിയില്ല എന്നതും വിശ്വസനീയമല്ല. ഇത് രണ്ടും സിമ്പിളായി നമുക്ക് പരിഹരിക്കാം. സമ്മേളനത്തിൽ പ്രശ്നമാകുന്നുവെന്ന് കാണുമ്പോൾ മുത്തു എന്ന ക്യാരക്ടറും കൂടുതലും ചേർന്നാണ് പ്രിയദർശിനിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഇതോടൊപ്പം മുത്തു ആരെയോ ഫോണിൽ വിളിക്കുന്നതായും കൂടെ കാണിക്കണം. എന്നിട്ട് പ്രിയദർശിനെ കൂട്ടി ഓടുന്നു. പുറകെ ഗുണ്ടകൾ വരുമ്പോൾ മുത്തുവിൻ്റെ കൂടെയുള്ളവർ അവരെ നേരിടുന്നു. അങ്ങനെ ഗുണ്ടകളെ സ്ലോ ഡൗൺ ചെയ്യുന്ന ഗ്യാപ്പിൽ മുത്തുവും മഞ്ജു വാര്യറും മാത്രം കാട്ടിലൂടെ ഓടി ഒരു ബംഗ്ലാവിലെത്തുന്നു. പുറകെ ഗുണ്ടകൾ എത്തുന്നു. അപ്പോഴാണ് സ്റ്റീഫന്റെ എൻട്രി. സ്നൈപ്പേഴ്സ് ഒന്നുമില്ല. സ്റ്റീഫനും മുത്തുവും കൂടി സെറ്റ് ചെയ്തൊരു ബാക്കപ്പ് പ്ലാൻ ആയിരുന്നു ഇത്. പിന്നെ കടവുള് പോലെ പാട്ടൊക്കെ ഇട്ട് ഫൈറ്റ് ആവാം. ഇപ്പോൾ ആരെ 1-2 കല്ലിയുടെ അങ്ങ് മാറി ശരിക്കും ഒരു മാസ് എൻട്രി തന്നെയായി. അപ്പോൾ ഇനി ഫൈനൽ ചേഞ്ച് എന്താണോ നോക്കാം. അത് മറ്റൊന്നുമല്ല, ക്ലൈമാക്സ് ഫൈറ്റ് ആണ്. ഖുറേഷിയും സയ്യിദും ചേർന്ന മാസിട എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ ആരാ എന്തിനു അടിക്കുന്നത് എന്ന് പോലും അറിഞ്ഞുകൂടാത്ത വില്ലനെ അടിച്ചു കൂട്ടുന്നത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പ്രേമത്തിലെ സീനാണ്. നിങ്ങൾക്ക് ആള് മാറിയെന്നാണ് തോന്നണേ. ഈ സിനിമയുടെ ഒരു മെയിൻ വീക്ക്നെസ് ആയി എനിക്ക് തോന്നിയത് ഈ ക്ലൈമാക്സ് രംഗം തന്നെയാണ്. ഒരു ടെൻഷനും ഇല്ല. എന്തായാലും വില്ലനെ പപ്പടമാക്കുമെന്നറിയാം. എപ്പോഴെങ്കിലും നായകന്മാർക്കൊരു ഡേഞ്ചർ പോസ് ചെയ്യാൻ വില്ലന് കഴിയുന്നില്ല. പിന്നെ പല സിനിമകളിലും കണ്ട പോലത്തെ രണ്ടുപേരും ചേർന്നുള്ള ഫൈറ്റും അത്ര രസം തോന്നിയില്ല. ഇത്രയും നേരം വലിയ മാറ്റങ്ങളില്ലാതെ കുറച്ച് സീൻ റീഅറേഞ്ച്മെന്റ്സ് ഒക്കെയാണ് പറഞ്ഞതെങ്കിൽ ഈ പോർഷനിൽ കുറച്ചുകൂടെ ചേഞ്ച് ആവശ്യമുണ്ട്. പൃഥ്വിരാജിന്റെ ബജ്രംഗിയോടുള്ള റിവെഞ്ച് മാത്രമാണ് ഇവിടെ ഒരു മോട്ടിവേഷൻ. അല്ലാതെ ഓൾറെഡി കറപ്റ്റ് ആയിരുന്ന ടൊവിനോയെ പാർട്ടികൾ ചേർത്തു എന്ന് പറഞ്ഞ് ഒരാളെ തല്ലിക്കൊല്ലേണ്ട ആവശ്യമില്ല. ലൂസിഫർ നോക്കിയാൽ അതിലെ ബോബി നാടിനാപത്തായിരുന്നു. ഒപ്പം വീട്ടിൽ മഞ്ജു വാര്യർക്കും സാനിയയ്ക്കും ഡേഞ്ചറായിരുന്നു. PKRന്റെ മരണത്തിന് കാരണമായിരുന്നു. അങ്ങനെ ഒരുപാട് എലമെന്റ്സ് ഉണ്ടായിരുന്നു. സ്റ്റോറിയിൽ വലിയ ചേഞ്ച് ഒന്നും ചെയ്യാൻ മുതിരുന്നില്ല. പകരം ക്ലൈമാക്സ് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഇതിൽ തന്നെ പറയുന്ന ഒരു കാര്യം എടുത്ത് ഉപയോഗിക്കുകയാണ്. ബജ്രംഗി പറയുന്നുണ്ട്, നെടുമ്പള്ളി ഡാം ബോംബ് വെച്ച് തകർത്താൽ നിന്റെ നാടിന്റെ അവസ്ഥ എന്താകുമെന്ന്. ആ ഒരു ത്രെഡ് ക്ലൈമാക്സിൽ യൂസ് ചെയ്യാമെന്ന് തോന്നുന്നു. ആ ക്ലൈമാക്സ് ഫൈറ്റ് ഒഴിച്ച് കഥ ഇതിൽ നടക്കുന്നതൊക്കെ തന്നെ. ടൊവിനോയെയും മുന്നയെയും സ്റ്റീഫൻ ടീം കിഡ്നാപ്പ് ചെയ്യുന്നു. ബജ്രംഗി ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുന്ന ഹവേലിയിലേക്ക് വരുന്നു. അവിടെ അവനെ കാത്ത് പൃഥ്വിരാജ് മാത്രമാണ് ഉണ്ടാവുക. മുന്നയെ സിനിമയിലുള്ളത് പോലെ തന്നെ കെട്ടിയിട്ടിരിക്കുന്നു. ചുമ്മാ ഒന്നുമില്ലാതെ ബജ്രംഗി അങ്ങ് വരിയില്ല. IB ഏജന്റ് കിഷോർ ആൻഡ് ബജ്രംഗി അതിന് മുൻപ് ഡിസ്കസ് ചെയ്ത് ഇതിന് പിന്നിൽ സ്റ്റീഫൻ ആയിരിക്കും എന്ന് മനസ്സിലാക്കും. കേരളത്തിലെ ജനങ്ങളെ ഒരു മാലാഖയെ പോലെ രക്ഷിക്കാൻ ഇറങ്ങിയതാണ് അയാൾ. അയാൾക്കെതിരെ പൊരുതാൻ അത് തന്നെ നമുക്ക് ആയുധമാക്കണം. അങ്ങനെ ഒരു ഡയലോഗൊക്കെ ഇട്ട് കൊടുത്തിട്ട് കിഷോർ ഒരു കൗണ്ടർ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു. ബജ്രംഗി ഹവേലിയിലേക്ക്. നാട്ടിൽ നെടുമ്പള്ളി ഡാമിന് സമീപം എന്തോ മൂവ്മെന്റ്സ് നടക്കുന്നുവെന്ന് ഇൻഫർമേഷൻ കിട്ടിയ ഗോവർദ്ധൻ ഇൻവെസ്റ്റിഗേഷനായി ചെല്ലുമ്പോൾ കിഷോറിന്റെ കൈ ചെന്ന് പെടുന്നു. ബജ്രംഗി ഹവേലിയിൽ എത്തുമ്പോൾ സ്റ്റീഫൻ എവിടെ എന്ന് ചോദിക്കുന്നു. ഒരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ടാബ്ലറ്റ് പൃഥ്വിക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അതിൽ നെടുമ്പള്ളി ഡാമിന് മുന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന ഗോവർദ്ധൻ. പുറകിൽ കുറെ ആളുകൾ ഡാം ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നു. മുന്നേ ഉടനെ വിടണമെന്നും ജതിനെയും കൊണ്ട് സ്റ്റീഫൻ നേരിട്ട് എത്തിയില്ലെങ്കിൽ ഡാം പൊട്ടിക്കുമെന്നും ബജ്രംഗി ഭീഷണി മുടക്കുന്നു. അപ്പോൾ ഒരു ടെൻഷൻ ബിൽഡപ്പ് ആക്കാൻ വേണ്ടി കുറച്ച് ഷോർട്സ് ഒക്കെ കാണിക്കാം. ജതിൻ, കിഷോർ, ഇന്ദ്രിയത്തൊക്കെ മാറി മാറി. അങ്ങനെ ബജ്രംഗി തനിക്ക് അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് വിശ്വസിച്ച് നിൽക്കുമ്പോൾ പൃഥ്വിരാജിന്റെ ഒരു മെസ്സേജ് വരുന്നു. ചെറിയൊരു ചിരി ചിരിച്ചുകൊണ്ട് പൃഥ്വിരാജിന്റെ ബട്ടൺ അമർത്തുന്നു. മുന്ന പൊട്ടിത്തെറിക്കുന്നു. ഒന്ന് ഞെട്ടിയ ശേഷം ബജ്രംഗി കിഷോറിനെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അൺറീച്ചബിൾ എന്ന് കാണിക്കുന്നു. കട്ട് ടു നെടുമ്പള്ളി ഡാം. ഡാമിൽ ബോംബ് സെറ്റ് ചെയ്യാനായി കയറിയിരിക്കുന്നവരെല്ലാം സ്നൈപ്പ് ചെയ്യപ്പെട്ട് താഴെ വീഴുന്നു. അവിടെ മോഹൻലാലിന്റെ എൻട്രി. ലൂസിഫറിൽ കാണിച്ച ആ നെടുമ്പള്ളി എന്ന് എഴുതിയ ജീപ്പിൽ മതി. കിഷോറും ടീമും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും നേരിടാൻ വേണ്ടി തയ്യാറാകുന്നു. ഇതുകൊണ്ടാണ് ഞാൻ കിഷോറിന്റെ ക്യാരക്ടറിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞത്. ബജ്രംഗിയുടെ ഒപ്പം പിടിക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടർ തന്നെയായിരിക്കും കിഷോർ. പിന്നെ ചറപറ ഫൈറ്റ്. അവിടെ പൃഥ്വിരാജ്, ഇവിടെ മോഹൻലാൽ. പൃഥ്വിരാജ്, മോഹൻലാൽ, പാലുകാച്ച്, കല്യാണം. അങ്ങനെ മാറി മാറി കാണിക്കണം. അപ്പൊ പൃഥ്വിരാജിന്റെ റിവെഞ്ചുമായി സ്റ്റീഫൻ നിയോഗം പോലെ തന്നെ കേരളത്തിന്റെ രക്ഷകനും. ഇത് കാണുന്ന അറിയുന്ന ഒരേ ഒരാൾ ഇന്ദ്രജിത്ത്. അപ്പൊ അതാണ് എമ്പുരാൻ കൂടുതൽ മെച്ചപ്പെടുത്താനായി ഞാൻ വരുത്തുന്ന 4 മാറ്റങ്ങൾ. നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നും മറ്റെന്തെങ്കിലും അരോചകമായി ഫീൽ ചെയ്ത കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്തിയാൽ നന്നാവുമെന്ന് തോന്നിയെന്നും ഒക്കെ കമന്റ്സിൽ ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഈ ഫ്രാഞ്ചൈസിയും ഇതിലെ ക്യാരക്ടറും വളരെ ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ചുമ്മാ ഒന്ന് തെറി വിളിക്കാതിരിക്കുക. ഈ ഐഡിയയും വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് മുരളി ഗോപിയുടെയും പൃഥ്വിരാജിൻ്റെ അടുത്ത് എത്തിക്കുക. അങ്ങനെ ഇത് കണ്ടിട്ട് L3യിൽ അസിസ്റ്റൻ്റായി എന്നെ വിളിക്കുന്നു. നമുക്കങ്ങ് സൂഹിക്കണം. ചെറിയ ഓരോ സ്വപ്നങ്ങൾ. എത്ര മനോഹരമായ